Welcome to today's geographic section. Today we are discussing about previous year question paper. CUT-യുടെ previous year question paper ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ സെക്ഷനില്. ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് 2024 CUT-യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which village following shown on a map is invisible or intangible? അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു മാപ്പില് എന്താണ് ഇൻവിസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടോ ഷോ ചെയ്യുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൗണ്ടറി ആണ്. അതായത് വില്ലേജ്, ബൗണ്ടറി, ടൗൺ, റിവർ, ഈ 4 എണ്ണത്തിൽ ഏത് ഫാക്ടർ ആണ് അല്ലെങ്കിൽ ഒരു മാപ്പിൽ ഇൻവിസിബിൾ ആയിട്ടോ ഇൻടാഞ്ചിബിൾ ആയിട്ടോ കാണപ്പെടുന്നത്? എന്താണ്? ബൗണ്ടറീസ് ആണ്. ബൗണ്ടറീസ് ആണ് ഇൻവിസിബിൾ ആയോ ഇൻടാഞ്ചിബിൾ ആയിട്ടോ കാണപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ബൗണ്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കോണ്ടൂറിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡാഷ് സർഫസ് ഈസ് അസ്യൂംഡ്. അതായത് കോണ്ടൂറിംഗില് ഒരു എക്സിസ്റ്റൻസിങ് ആയിട്ടുള്ള ഒരു ഡാഷ് സർഫസിനെ അസ്യൂംഡ് ആയിട്ട് കാണപ്പെടുന്നു. ഏതാണ് ആ സർഫസ്? നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ, അൺഡുലേറ്റഡ്, അൺഈവൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ കോണ്ടൂറിംഗിലെ എക്സിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഈ ഒരു അസ്യൂംഡ് ആയിട്ടുള്ള സർഫസ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ അതില് എന്താണ് ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഇതില് പ്ലെയിൻ കൊടുത്തിട്ടുണ്ട്, അൺഡ്യൂലഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്, അൺഈവൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അൺഡുലേറ്റഡ് ആയിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ എന്തായിട്ട് എക്സിസ്റ്റൻസ് ആയിട്ടുള്ള അസ്യൂംഡ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് കണക്കാക്കുന്നത് കോണ്ടൂറിംഗിൽ. അപ്പൊ ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള അൺഡുലേറ്റഡ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് NDC's approach was introduced in dash. അതായത് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് കോൺഫറൻസോ അല്ലെങ്കിൽ എഗ്രിമെന്റിലോ ഏത് പ്രോട്ടോക്കോളിലോ അല്ലെങ്കിൽ ഏത് സബ്മിറ്റിലോ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് അപ്രോച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ഈ 4 ഓപ്ഷനിൽ ഏതിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നമുക്ക് 4 ഓപ്ഷൻ ഉള്ളത് പാരീസ് എഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ, റിയോ സബ്മിറ്റ്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതില് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ഏതാണ്? നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു നമ്മൾ കുറെ എഗ്രിമെന്റ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ഏതാണ് ഇതിന്റെ പ്രോട്ടോകോള്? പാരീസ് എഗ്രിമെന്റ് ആണ്. പാരീസ് എഗ്രിമെന്റിലാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിന്റെ ഈ കോൺട്രിബ്യൂഷൻ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പാരീസ് എഗ്രിമെന്റിലാണ്. അപ്പം അത് ഓർത്തിരിക്കുക. ഈ പാരീസ് എഗ്രിമെന്റ് ഈ ഒരു കോമ്പോണന്റ് അഡോപ്റ്റ് ചെയ്തത് 2015 അപ്പൊ ഈ വർഷം ഓർത്തിരിക്കുക. ചിലപ്പോ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ വർഷമായിരിക്കും ചോദിക്കുന്നത്. സോ നിങ്ങൾ വർഷം ഓർത്തിരിക്കുക. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ദ സ്റ്റഡി ഓഫ് കോംപ്ലെക്സ് ഇന്റർ റിലേഷൻസ് of group of organisms is called synecology. The study of interrelationship and interdependence of groups of individuals of different species is called community ecology. The study of relationship of individual species to its environment is called biome ecology. The study of interaction and interrelationship of all organisms among themselves is called population ecology. അങ്ങനെ ABCD എന്നുള്ള നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റില് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A, B and D only, A, B and C only, A and B only, B and D only. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം. സോ ഈ ഓപ്ഷൻസിൽ എന്താണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്?
എയും ബിയും മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. എ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഈസ് കാൾഡ് സിനക്കോളജി. അപ്പൊ ഇത് കറക്റ്റ് ആണ്. സിനക്കോളജിയെ തന്നെയാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഇത് ഹ്യൂമൻ ജോഗ്രഫിയിൽ വരുന്നതാണ്. സോറി, ഹ്യൂമൻ ജോഗ്രഫി അല്ല, നമ്മുടെ എൻവയോൺമെന്റൽ ജോഗ്രഫിയിൽ വരുന്നതാണ്. ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസത്തിന്റെ ഇന്റർ റിലേഷൻഷിപ്പ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു എന്താണ് ശാസ്ത്രശാഖയാണ് എന്ന് പറയുന്നത് സിനക്കോളജി എന്ന് പറയുന്നത്. അത് ശരിയാണ്. ബി എന്ന് പറയുന്നതും ശരിയാണ്. സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് independencies of group of individuals of different species is called community ecology. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചെയിൻ ആൻഡ് ടേപ്പ് സർവേ. അപ്പൊ നമ്മൾ ഇവിടെ പ്രാക്ടിക്കൽ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ പേപ്പറാണിത്. ചെയിനും സർവേ എന്താണ് സർവേയുടെ പേപ്പറായിട്ട് വരുന്ന സിലബസ് സർവേ ആയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചെയിനും ടേപ്പ് സർവേയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻ എ ചെയിൻ ആൻഡ് ടേപ്പ് സർവേ only 2 persons are needed. ചെയിൻ സർവേക്കും ടേപ്പ് സർവേക്കും ആകെ 2 ആളുകൾ മതി. While dividing the area into triangles, it is ensured that verticals of the triangles are free from obstacles and are easily accessible. അടുത്ത, അതായത് ട്രയാങ്കിൾസ്, ഒരു ഏരിയ ഡിവൈഡ് ചെയ്യുന്നത് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് വേർട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രയാങ്കിൾസിൽ വേർട്ടിക്കൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസും അതുപോലെ ഈസിലി ആക്സസിബിളും ആണെന്നാണ് പറയുന്നത്. അടുത്തത് കിങ്സ് ഇഫ് എനി ഇൻ ദ ചെയിൻ നീഡഡ് ടു ബി റിമൂവ്. അതായത് കിങ്സ് വരുമ്പോൾ അതായത് ചെയിനിൽ എവിടെയായാലും അത് റിമൂവ് ചെയ്യുന്നു. അടുത്തതാണ് സൈസസ് ഓഫ് ട്രയാങ്കിൾ ആർ സ്മാൾ ആസ് പോസിബിൾ. അതായത് ട്രയാങ്കിളിലെ സൈസ് എപ്പോഴും എന്തായിരിക്കും, സ്മോൾ ആയിട്ടുള്ളതായിരിക്കും പോസിബിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: എ ആൻഡ് ഡി ഒള്ളി, ബി ആൻഡ് സി ഒള്ളി, സി ആൻഡ് ഡി ഒള്ളി, എ ആൻഡ് സി ഒള്ളി. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഇതില് ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ എന്താണ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേർട്ടിക്കിൾസ് എന്താണ് ഫ്രീ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈസിലി അക്സസിബിൾ ആവുന്നു. അത് കറക്റ്റ് ആണ്. പിന്നെ ഏതാണ് സി, നിക്സ്, അതായത് നിക്സ് വരുമ്പോൾ ചെയിനിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നു. അപ്പൊ അതും കറക്റ്റ് ആണ്. സോ ഈ 2 ഓപ്ഷൻസ് ആണ് കറക്റ്റ്. അപ്പൊ ഏതാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു മാൽത്യൂസ് പോപ്പുലേഷൻ വിൽ ഡബിൾ ഇൻ ഇയേഴ്സ്. അതായത് ഡബിൾ ഇൻ ഡാഷ് ഇയേഴ്സ്. ഏത് ഇയറിലാണ് മാൽത്യൂസിന്റെ പോപ്പുലേഷൻ ഡബിൾ ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്: 25, 200, 9, 256. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ ജോഗ്രഫി, മാൽത്തൂസിന്റെ പോപ്പുലേഷൻ ജോഗ്രഫി, പോപ്പുലേഷൻ തിയറി നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റൂ. ഏത് ഇയറിലാണ് അദ്ദേഹം ഈ പോപ്പുലേഷൻ ഡബിൾ ആവുന്നതെന്നാണ്, പോപ്പുലേഷൻ വിൽ ഡബിൾ ഇൻ ഡാഷ് ഇയേഴ്സ്. അപ്പൊ ഏത് ഇയേഴ്സിലാണ് പോപ്പുലേഷൻ ഡബിൾ ആവുന്നതെന്നാണ് ചോദിച്ചത്. 25 ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഡബിൾ ആവുന്നത്. അതായത് മാൽത്യൂസിന്റെ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ ജോഗ്രഫി എന്ന് പറയുന്ന എസ്സേയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടെൻസ് ഡബിൾ അപ്രോക്സിമേറ്റ്ലി എവറി 25 ഇയർ. പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, എവറി 25 ഇയറിൽ ഡബിൾ ആയിട്ട് മാറുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് ആദ്യത്തെ ഓഷ്യൻ കറന്റ്സും ലൊക്കേഷനും ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഓഷ്യൻ കറന്റ് ആണ് ആൻഡലിസ്, രണ്ടാമത്തത് പെറൂവിയൻ, ബംഗൂലിയ, അഗ്ലുഹാസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഓഷ്യൻ കറന്റ്സും ലൊക്കേഷൻ സൗത്ത് അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷൻ, നോർത്ത് അറ്റ്ലാന്റിക്, സൗത്ത് പസഫിക്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാല് എന്താണ്
ആൻഡ് ആൻറ്റിൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ നോർത്ത് അറ്റ്ലാന്റിക്കിലാണ് ഉണ്ടാവുന്നത്. പെറൂവിയൻ എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് പസഫിക്കിലാണ് ഉണ്ടാവുന്നത്. ബംഗൂലിയ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുന്നത്? സൗത്ത് അറ്റ്ലാന്റിക്കിലാണ് ഉണ്ടാവുന്നത്. റെഗുലസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിലുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3, ബി എന്ന് പറയുന്നത് 4, സി എന്ന് പറയുന്നത് 1, ഡി എന്ന് പറയുന്നത് 2. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് ഓഷ്യാനിക് റിലീഫ് ഫീച്ചേഴ്സ് ഫ്രം കോസ്റ്റ് ടു സെൻട്രൽ പാർട്ട്. അപ്പൊ എന്താണ് ഈ ഒരു കുറച്ച് റിലീഫ് ഫീച്ചേഴ്സിന് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ടു സെൻട്രൽ പാർട്ട് ആയിട്ടുള്ള കുറച്ച് ഓഷ്യാനിക് റിലീഫ് ഫീച്ചേഴ്സിന് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുക? ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഓർഡർ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ സ്ലോ, രണ്ടാമത്തത് അബിസൽ ഫ്ലോർ, മൂന്നാമത്തത് ഓഷ്യാനിക് റിഡ്ജസ്, നാലാമത്തത് കോണ്ടിനെന്റൽ റൈസ്. അപ്പൊ ഇത്രയും ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം വരുന്നത് കോണ്ടിനെന്റൽ റൈസ് ആണ്, രണ്ടാമത് വരുന്നത് കോണ്ടിനെന്റൽ സ്ലോപ്പ് ആണ്, മൂന്നാമത് വരുന്നത് അബിസൽ ഫ്ലോർ ആണ്, നാലാമതാണ് ഓഷ്യാനിക് റിഡ്ജസ് വരുന്നത്. ആദ്യം വരുന്നത് കോണ്ടിനെന്റൽ സ്ലോപ്പ് ആണ്, പിന്നെയാണ് എന്ത് വരുന്നത്? കോണ്ടിനെന്റൽ റൈസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? അബിസൽ ഫ്ലോർ വരുന്നു. പിന്നെ എന്താ വരുന്നത്? ഓഷ്യാനിക് റിഡ്ജസ് വരുന്നു. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ആണ്. കോണ്ടിനെന്റൽ സ്ലോപ്പ് ആദ്യം വരുന്നു, പിന്നെ കോണ്ടിനെന്റൽ റൈസ് വരുന്നു, പിന്നെന്താ വരുന്നത്? അബിസൽ ഫ്ലോർ വരുന്നു, പിന്നെന്താ വരുന്നത്? ഓഷ്യാനിക് റിഡ്ജസ് ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അടുത്തതാണ് ദ ലീഡിംഗ് കോഫി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ 2020-21 വാസ് ഡാഷ്. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകളില് ലീഡിംഗ് കോഫി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഏതാണ്? 2020-21 കാലയളവില് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന്. കേരള ഉണ്ട്, കർണാടക ഉണ്ട്, പിന്നെന്താ തമിഴ്നാടും ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ലീഡിംഗ് കോഫി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ആണ് 2020-21? ഏതാണ്? കർണാടകയാണ് 2020-21 ലീഡിംഗ് കോഫി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഏരിയൽ ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ. ഏരിയൽ ഫോട്ടോ ഇന്റർപ്രിട്ടേഷനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ പറയുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ ഏരിയൽ ഫോട്ടോഗ്രാഫ് ദ റെയിൽവേ ലൈൻ അപ്പിയേഴ്സ് ആസ് എ ഡാർക്ക് തിൻ ലൈൻ whereas the constraint highway appears in a bright tone. രണ്ടാമത്തത് ടെക്സ്ചർ ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയാസ് വിത്ത് വെജിറ്റേറ്റീവ് കവർ, ക്രോപ്സ്, പാസ്റ്റേഴ്സ്, എക്സെട്ര. ഷേപ്പ് എയ്ഡ്സ് ഇൻ ദ വിഷ്വലൈസിംഗ് ഓഫ് ദ റിലീഫ് ഡയമെൻഷൻസ്. Next statement, the pattern of drainage network in the aerial photograph gives a definite location of the underlying rock type, its structure and also the characteristics of soil, etc. അപ്പോ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമ്മൾ ഇവിടെ ആൻസർ കൊടുക്കേണ്ടത്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ, ബി, ഡി ഈ 3 ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ നിങ്ങൾ എന്താ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഇൻ ദ ഏരിയൽ ഫോട്ടോഗ്രാഫ് ദ റെയിൽവേ ലൈൻസ് അപ്പിയേഴ്സ് ആസ് എ ഡാർക്ക് തിൻ ലൈൻ whereas constraint highway appears in a bright tone. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോ രണ്ടാമത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബി ആണ്. ടെക്സ്ചർ ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയാസ് വിത്ത് നെഗറ്റീവ് കവർ, ക്രോപ്സ്, പാസ്റ്റേഴ്സ്, എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്
ഡി എന്ന് പറയുന്നത് ദ പാറ്റേൺ ഓഫ് ഡ്രെയിനേജ് നെറ്റ്വർക്ക് ഇൻ ആൻ ഏരിയൽ ഫോട്ടോഗ്രാഫ് ഗീവ്സ് എ ഡിഫിനൈറ്റ് indication of the underlying rock type, its structure and also the characteristics of soil, etc. അപ്പൊ ഇതാണ് ഈ 3 ഓപ്ഷൻസ് ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.